നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന ആദ്യ പുസ്തകത്തിലൂടെ തന്നെ നിമ്ന വിജയ് എന്ന എഴുത്തുകാരിയുടെ എഴുത്തിൻ്റെ മാജിക് ബോധ്യപ്പെട്ടതാണ്. പറഞ്ഞു വന്നത് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ വായനാ അനുഭവത്തെ പറ്റിയാണ്. ഒരു യുവ എഴുത്തുകാരി എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ ശ്രീമതി നിമ്ന വിജയ് എന്ന എഴുത്തുകാരിക്ക് മലയാള സാഹിത്യ മേഖലയിൽ ഇനിയും നടക്കാനുള്ള ദൂരം ഒരുപാട് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടുന്നത്. കണ്ണൂരുകാരിയായ അതിഥി എന്ന പെൺകുട്ടിയുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് നോവൽ സഞ്ചരിക്കുന്നത്. അതിഥിക്ക് തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന, അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിലൂടെ നോവൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അതിഥിയെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത മാതാപിതാക്കൾ, കല്യാണത്തിലൂടെ ജീവിതം ഹോമിക്കപ്പെട്ട ആൻറ്റി, ടോക്സിക് ലവിൽ നിന്ന്, ടോക്സിക് പ്രണയത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ നിസ്സഹായായി നിൽക്കുന്ന ദേവു, ഇവരൊക്കെ നമ്മുടെ ചുറ്റുമുള്ള പലരുടെയും മുഖങ്ങളായി മാറുന്നത് നമ്മൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. ആമുഖത്തിൽ എഴുത്തുകാരി പറയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ആരും പറയാത്ത ചില സത്യങ്ങൾ, പഠിപ്പിക്കാത്ത ചില പാഠങ്ങൾ ഈ നോവൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മാത്രമല്ല, വായനയിൽ പലയിടത്തും പലപ്പോഴും ഞാൻ എന്നെ കണ്ടുമുട്ടുകയും ചെയ്തു. പ്രണയം ഒരുതരം കൺകെട്ട് കളിയാണ്. ചുറ്റുമുള്ള സ്നേഹത്തിൻ്റെ ശബ്ദങ്ങൾ മാത്രം തേടി നടന്ന് ഒടുവിൽ കണ്ണിലെ കെട്ടഴിക്കുമ്പോൾ ബാക്കിയാകുന്നത് കനത്ത ഇരുട്ടും സ്വയം നഷ്ടപ്പെടുത്തിയ നമ്മളും മാത്രമാകും എന്ന് പറയുന്ന എഴുത്തുകാരി സ്വന്തമാകുന്നിടത്ത് മാത്രമല്ല പ്രണയമെന്ന് അതിമനോഹരമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. പെണ്ണായി ജനിച്ചതുകൊണ്ട് മാത്രം നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം, അതിനെ നോവലിൽ പലയിടത്തും എഴുത്തുകാരി മനോഹരമായി ചോദ്യം ചെയ്യുന്നു. നോവലിലെ അതിഥി ഒരു ശരാശരി മലയാളി പെൺകുട്ടിയുടെ പ്രതിനിധിയാണ്. പെൺകുട്ടികൾക്ക് ഈ ലോകത്തൊന്നും എളുപ്പമല്ല. മനസ്സിനും ശരീരത്തിനും പോറലേൽക്കാതെ ഒരു ദിവസം ജീവിച്ചു തീർക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കടമ്പയാണ് എന്ന് പറഞ്ഞ് വായനക്കാരെ ഉള്ളു പൊള്ളിക്കുന്നുണ്ട് എഴുത്തുകാരി. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരു സ്ത്രീപക്ഷ നോവലല്ല. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടുന്ന, നമ്മുടെ ഉള്ളു പൊള്ളിക്കുന്ന അതിഥിമാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചയാണ്. ഒടുവിൽ നോവൽ അവസാനിക്കുമ്പോൾ അതിഥി തിരിച്ചറിയുകയാണ്, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ തന്നെയാണ് എന്ന്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് തന്നെ അതിഥി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വായിച്ചു തീർത്ത പുസ്തകങ്ങൾ പോലെയോ കണ്ടു തീർന്ന സിനിമകൾ പോലെയോ മനോഹരമാവില്ല ജീവിതം എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷെ അതുതന്നെയാണ് ജീവിതത്തെ ഇത്ര മനോഹരമാക്കുന്നത്. അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. മുന്നോട്ട് ജീവിക്കാൻ വലിയ സ്വപ്നങ്ങളെക്കാളും പ്ലാനുകളെക്കാളും ഒക്കെ നമുക്ക് വേണ്ടത് എന്തു വന്നാലും എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസമാണ്. വീണു പോകുമെന്ന് തോന്നുമ്പോൾ രണ്ടു കൈകൊണ്ടും സ്വയം ചേർത്തു പിടിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, സമയം പങ്കിടുന്നത് എൻ്റെ കൂടെയാകുമ്പോൾ എന്നെ അത്രമേൽ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? സ്വയം നൽകുന്ന സ്നേഹം കൊണ്ട് ഞാൻ ആദ്യം പൂർണ്ണമാകേണ്ടതുണ്ട്. ആ പൂർണ്ണതയിൽ മാത്രമേ ചുറ്റുമുള്ള എല്ലാത്തിനെയും അതേ സ്നേഹത്തോടെ ചേർത്തു പിടിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ലോകത്ത് മറ്റാരേക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരുപാട് സ്നേഹത്തോടെ, അതിഥി.